ഹായ് ഹലോ നമസ്തേ. കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണ്? നമ്മുടെ എമ്പുരാന്റെ പിന്നെ കുറച്ച് ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളത് തന്നെ നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യം വന്നത് ഏതാണ്? മണിക്കുട്ടന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. മണിക്കുട്ടന്റെ മണി എന്ന് തന്നെയാണ് ക്യാരക്ടറിന്റെ പേര് മണി എന്നാണ്. പക്ഷേ ഫുൾ നെയിം മണിക്കുട്ടൻ എന്നാണെന്നാണ് മണിക്കുട്ടൻ തന്നെ റിവീൽ ആക്കിയത്. ഇന്റർവ്യൂല് പറഞ്ഞത് മണിയെന്നേ ഉള്ളൂ. മണിക്കുട്ടൻ എസ് മണിക്കുട്ടൻ. മണിക്കുട്ടൻ ഒരു പിന്നെ അതില് നമ്മള് അതിന്റെ പോസ്റ്റർ നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോ ഒരു വില്ലൻ പോലത്തെ ഒരു എക്സ്പ്രഷനാണ് പുള്ളി ഇട്ടേക്കുന്നത്. അതായത് വളരെ എന്താണ് ഒരു നിഗൂഢതയുണ്ട്. അതെ തന്നെ, നിഗൂഢത ഉണ്ട്. ഉള്ളിലൊരു സന്തോഷവും എല്ലാവരും ഒരു അഭിമാനത്തിന്റെ ഒരു ചിരി. പിന്നെ പോക്കറ്റിലത്തെ ബാഡ്ജ് അതൊരു പാർട്ടി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണ്. മണിക്കൂട്ടനും കൈയടിക്കുകയാണ്. അതൊരു രൂക്ഷമായ കൈയടിക്കുകയാണ്. അങ്ങനെ അടുത്ത നമ്മള് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശിവാജി അവതരിപ്പിച്ച മേടയിൽ ആശാൻ എന്ന് പറയും. അപ്പൊ പുള്ളിയും ഇതാണ്, ഒരു കട്ടൻ കുടിച്ചിട്ട് ഇതില് തേയിലില്ലേ എക്സ്പ്രഷനിൽ ഇരിക്കുകയാണ്. എന്തോ അതേ ക്യാരക്ടറാണ്. എന്തോ നിഗൂഢമായി ചിന്തിക്കുന്നു, എന്തോ പണി പറ്റി, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ പോസ്റ്റർ. ലൂസിഫർ പറഞ്ഞിട്ടുള്ളൂ. ആശാനോട് പറഞ്ഞ ഞാൻ സ്റ്റീഫൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല അങ്ങനെയാണ് പറയുന്നത്. മേഡം രാജൻ എന്ന പേര് ലൂസിഫർ റിവീൽ അല്ലായിരുന്നു എന്നാണ് എനിക്ക് എന്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മൾ അടുത്ത ക്യാരക്ടർ നോക്കുന്നത് മുത്തു എന്നാണ്. ക്യാരക്ടർ മുരുകൻ മാർട്ടിൻ അവതരിപ്പിച്ച മുത്തു എന്ന ക്യാരക്ടർ നമുക്ക് സുപരിചിതമായ ഒരു ക്യാരക്ടറാണ്. കാര്യം അറിയാലോ, നമ്മൾ കടവുകൾ പോലെ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കടവുകളെ പോലെ കാപ്പവനിവൻ കടവുകൾ പോലെ കാപ്പവനിവൻ ആ സോങ്ങില് നല്ലൊരു ഫൈറ്റ് സീനില് നമുക്ക് എന്താണ് അവിടത്തെ ഒരു ആൾക്കാരെ പ്രതിനിധീകരിച്ചുള്ള ഒരു ക്യാരക്ടറാണ്. ഓഡിയൻസിന്റെ അതേ സാധനമാണ് ഇവിടെ ഈ പോസ്റ്ററിൽ കാണിക്കുന്നത്. ഒരു വേഗം കുറച്ച് തീയും തീ ഉള്ള കാര്യമാണ് കാണിച്ചേക്കണത്. ലാലേട്ട മറ്റേ ടീസറിലുള്ള ഒരു ഫയറിന്റെ ഫ്രണ്ടിൽ നിൽക്കൂലേ, ആ ഒരു സീൻ വിറ്റ്നസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫേസ് എക്സ്പ്രഷനിൽ കാണാം ആ ഒരു ഫൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായാലും. പിന്നെ നമ്മൾ അടുത്ത ക്യാരക്ടർ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ക്യാരക്ടറാണ്. സെർജെ ലെനോവ് എന്നാണ് ക്യാരക്ടറിന്റെ. മൈക്ക് നോവിക്കോ അവതരിപ്പിച്ച സെർജെ ലെനോവ് എന്ന ക്യാരക്ടറാണ്. പടത്തിന്റെ നമ്മള് പോർഷൻസ് നോക്കിയതാണ്. കൂടുതൽ ഇന്റർനാഷണൽ ടച്ച് ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ആ ടച്ചില് വരുന്ന ക്യാരക്ടറിൽ ഒന്നാണിത്. ഇനിയും ക്യാരക്ടേഴ്സ് ഒരുപാട് വരാൻ കാണും, നമുക്കറിയില്ല. അങ്ങനെ ഉള്ളതാണ്. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനായി ലൂസിഫറിൽ വന്ന ഒരു ക്യാരക്ടറാണ് റോബർട്ട് മെക്കാർത്തി അല്ലേ? മെക്കാർത്തി ഒറിജിനൽ പേര് അലക്സ് ഓനൽ. പുള്ളിയാണ് ഓർമ്മ ലൂസിഫറിൽ ആ ഒരു സീനുണ്ട്, അതായത് ഇന്റർപോളില്, അതായത് ഇറ്റ്സ് ഖുറേഷി എന്ന് പറഞ്ഞ് പടം തുടങ്ങുന്നത്. അത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഉറുമി സിനിമയിലെ വാസ്കോഡ് ഗാമയുടെ മോനായിട്ട് വരുന്ന ആ ക്യാരക്ടറും പുള്ളിയാണ് തീർച്ചയായും. അപ്പം അന്നേ പൃഥ്വി നോക്കി ഇങ്ങനെ പടം അണ്ണന് തരാന്ന്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇന്റർനാഷണൽ ക്യാരക്ടേഴ്സ് ഒരുപാട് കാണും, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ക്യാരക്ടറാണ് ബഹീജ ബെഗും ശുഭാംഗി പേര്. നമ്മൾ പറഞ്ഞതാണ്, എന്താണ് പൃഥ്വിരാജ് ഇന്റർവ്യൂ തന്നെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് പടത്തിൽ ഒരു ഹിന്ദി പോർഷൻ ഉണ്ട്. അപ്പൊ ആ ഹിന്ദി പോർഷനിൽ വരുന്ന നമ്മൾ ക്യാരക്ടർ കണ്ടിട്ട് ഒരു ഹിന്ദി ടച്ച് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ പോർഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്യാരക്ടറിൽ ഒന്നായിരിക്കാം പൃഥ്വിരാജിന്റെ അമ്മയായിരിക്കാം, സയ്യിദ് മസൂദിന്റെ അമ്മയോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ വഹിക്കുന്നത് നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം ഇത്. നമുക്ക് എന്തായാലും കാണാം. ഇപ്പൊ ഈ പടത്തിന്റെ ഒരു ഇത് നോക്കിയപ്പോ ഓരോ ക്യാരക്ടർ നമ്മൾ നോക്കിയാകുമ്പോഴും മലയാളത്തിൽ നിന്നുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ നിന്നുണ്ട്, ഹിന്ദിയിൽ നിന്നുണ്ട്, അങ്ങനെ തമിഴിൽ. അപ്പൊ എല്ലാ ഭാഷകളും കൂടെ ഇൻവോൾവ് ചെയ്താണ് ക്യാരക്ടർ പൊക്കോളുന്നത്. അപ്പൊ ഒരു പാൻ ഇന്റർനാഷണൽ തന്നെ പറയേണ്ടി വരും പടത്തിന്. പണ്ട് അപ്പൊ പാൻ ഇന്റർനാഷണൽ ലെവലിലായി. അപ്പൊ എല്ലാ ശ്രമങ്ങളും നമ്മള് ഇന്റർനാഷണൽ ഫിലിമായിട്ട് അത് വരാനുള്ള സാധ്യതകൾ ഏറെ ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം നമ്മൾ ഇൻഡസ്ട്രി ഇങ്ങനെ അടുത്ത ലെവലിലോട്ട് പോകുന്നത് കാണുമ്പോൾ. അപ്പൊ ഇനി നാളെ 2 പോസ്റ്ററുകൾ വരും, അതിന്റെ വിശേഷങ്ങളായി നമ്മൾ വരും. അപ്പൊ മൈൻഡ് അപ്പ് ചെയ്യാം.
അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സിനിമാ വിശേഷങ്ങളും ഇതുപോലുള്ള ഒരുപാട് എന്താണ് പോസ്റ്റർ മൂവി എന്താണ് അതിനെ പറ്റിയുള്ള റിവ്യൂസുമായി നമ്മൾ ടിക്കറ്റ് ഹണ്ടിങ് ഉണ്ട്. അതിന്റെ എല്ലാ പ്രോഗ്രാമായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.